നമസ്കാരം. മണ്ഡലം മകരവിളക്കുകാലത്ത് കെഎസ്ആർടിസിക്ക് റെക്കോർഡ് വരുമാനം ഉണ്ടായിരിക്കുകയാണ്. ഈ സീസണിൽ വരുമാനമായി ലഭിച്ചിരിക്കുന്നത് 45.2 കോടി രൂപയാണ് എന്നാണ് കണക്കുകൾ. പമ്പ നിലയ്ക്കൽ സർവീസിൽ നിന്നും 31.2 കോടി രൂപയും ദീർഘദൂര സർവീസുകളിൽ നിന്ന് 14 കോടി രൂപയും വരുമാനമായി ലഭിച്ചു എന്നാണ് പറയുന്നത്. കഴിഞ്ഞ വർഷത്തെ വരുമാനം 15.2 കോടി രൂപയായിരുന്നു. AC ബസ്സുകൾക്കായിരുന്നു കൂടുതൽ ആവശ്യക്കാർ. 44 AC ബസ്സുകളാണ് പമ്പ നിലയ്ക്കൽ ചെയിൻ സർവീസിന് സ്ഥിരമായി ഓടിയിരുന്നത്. കെഎസ്ആർടിസി ചരിത്രത്തിൽ ആദ്യമായി QR കോഡ് സംവിധാനമുള്ള ടിക്കറ്റിംഗ് സംവിധാനം ഏർപ്പെടുത്തിയതിനാൽ യാത്രക്കാരുടെ കൃത്യമായ വിവരങ്ങൾ ശേഖരിക്കാൻ കഴിഞ്ഞു എന്നാണ് അധികൃതർ വ്യക്തമാക്കുന്നത്. പോലീസിന്റെ വെർച്വൽ ക്യൂ സംവിധാനവുമായി ടിക്കറ്റിംഗ് സംവിധാനത്തെ ബന്ധപ്പെടുത്തുകയായിരുന്നു. ഇതേ തുടർന്ന് അയ്യപ്പ ഭക്തരെല്ലാം കെഎസ്ആർടിസിയെ ആശ്രയിച്ചുകൊണ്ടാണ് ശബരിമലയിൽ എത്തിയിരുന്നത്. അതുകൊണ്ട് തന്നെ വലിയ രീതിയിലാണ് വരുമാനം ഉണ്ടായിരിക്കുന്നത്. ശബരിമലയുമായി ബന്ധപ്പെട്ട പ്രതിഷേധങ്ങളിൽ കെഎസ്ആർടിസിക്ക് വലിയ നഷ്ടമുണ്ടായിരുന്നു. വിവിധ പ്രതിഷേധങ്ങളിലായി 24 കെഎസ്ആർടിസി ബസ്സുകൾ നശിപ്പിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഇത്രയും പ്രാഥമിക കണക്കാണെന്നായിരുന്നു കെഎസ്ആർടിസി അധികൃതർ അറിയിച്ചിരുന്നത്. മിന്നൽ, സൂപ്പർ ഡീലക്സ് ബസ്സുകളായിരുന്നു തകർക്കപ്പെട്ടിരുന്നത്. എന്തായാലും ഇത്തരത്തിൽ നിന്നും ഒരു കരകയറ്റമാണ് ഉണ്ടായിരിക്കുന്നത്. ബസ്സിനെതിരെയുള്ള ആക്രമണങ്ങളിൽ ബോഡിക്ക് കേടുപാട് വന്നതും ഗ്ലാസ് തകർന്നതിനും ഓരോ ബസ്സിനും 50,000 രൂപയുടെ നഷ്ടമാണ് കെഎസ്ആർടിസി കണക്കാക്കിയിട്ടുണ്ടായിരുന്നത്. വരുമാനത്തിൽ കരകയറാതെ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന കെഎസ്ആർടിസിക്ക് ഇത്തവണ ശബരിമല സീസൺ വലിയൊരു നേട്ടം തന്നെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. കഴിഞ്ഞ സീസണുകളിൽ നിന്നും വ്യത്യസ്തമായി നിലയ്ക്കലിൽ നിന്നും പമ്പ വരെ കെഎസ്ആർടിസി ബസ്സുകൾ മാത്രമാണ് ഇത്തവണ സർവീസ് നടത്തിയിട്ടുണ്ടായിരുന്നത്. ഇതിനായി വേണ്ടത്ര ബസ്സുകൾ ഒരുക്കി ചെയിൻ സർവീസ് നടത്തിയിട്ടുണ്ടായിരുന്നു. നിലയ്ക്കലിൽ നിന്നും പമ്പയിലേക്കും തിരിച്ചും യാത്ര ചെയ്യുന്നവർക്ക് ടിക്കറ്റ് എടുക്കാൻ ഇലക്ട്രോണിക് കിയോസ്കുകൾ തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു. പണമായി മാത്രമല്ല ക്രെഡിറ്റ്, ഡെബിറ്റ് കാർഡുകൾ വഴിയും ടിക്കറ്റ് എടുക്കാനുള്ള സൗകര്യവും കെഎസ്ആർടിസി ശബരിമല സീസണിൽ ഒരുക്കിയിട്ടുണ്ടായിരുന്നു. ടിക്കറ്റിലെ QR കോഡ് സ്കാൻ ചെയ്ത് മാത്രമേ ബസ്സിലേക്ക് കയറാനായിരുന്നുള്ളൂ. ഇങ്ങനെ എടുക്കുന്ന ടിക്കറ്റുകൾക്ക് 48 മണിക്കൂർ മാത്രം സാധുത കണക്കാക്കിക്കൊണ്ടായിരുന്നു ഓരോ ടിക്കറ്റും കെഎസ്ആർടിസി നൽകിയിട്ടുണ്ടായിരുന്നത്. ദർശനശേഷവും ഭക്തർ സന്നിധാനത്ത് തുടരുന്നത് ഒഴിവാക്കാൻ വേണ്ടിയാണ് 48 മണിക്കൂർ ടിക്കറ്റുകൾക്ക് സാധുത നൽകിയിരിക്കുന്നത്. എന്തായാലും ഇത്തവണ ശബരിമല സീസണിൽ വമ്പിച്ച നേട്ടമാണ് കെഎസ്ആർടിസി കരസ്ഥമാക്കിയിരിക്കുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. ഈ സീസണിൽ വരുമാനമായി മാത്രം 45.2 കോടി രൂപ ലഭിച്ചു എന്നാണ് കെഎസ്ആർടിസിയുടെ കണക്കുകൾ വ്യക്തമാക്കുന്നത്. പമ്പ നിലയ്ക്കൽ സർവീസിൽ നിന്നും 31.2 കോടി രൂപയാണ് ലഭിച്ചിരിക്കുന്നത്. ദീർഘദൂര സർവീസുകളിൽ നിന്നായിട്ട് 14 കോടി രൂപയും വരുമാനമായി ലഭിച്ചു എന്നാണ് കെഎസ്ആർടിസി അധികൃതർ അറിയിക്കുന്നത്.